നമസ്കാരം, ഞാൻ നവ്യ. അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിത്വമാണ്. വ്യക്തിത്വം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ജനിച്ചപ്പോൾ മുതൽ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്നേറ്റായിട്ട് കിട്ടിയിട്ടുള്ള ആളുടെ സ്വഭാവമോ പെരുമാറ്റത്തെയോ ആണ് നമ്മൾ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പം വ്യക്തിത്വ വികസന സമയത്ത് ചില ആളുകളിൽ ഇതിൽ ഒരു വൈകല്യങ്ങളും കാണാറുണ്ട്. വ്യക്തിത്വ വികസനം സംഭവിക്കുമ്പോൾ പല ഘടകങ്ങളും അതിനെ ബാധിക്കാറുണ്ട്. അപ്പം ചിലപ്പോൾ ഇത് വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് കാരണമാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനിതകപരമായിട്ട് ചില മാറ്റങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് ആളുകളിൽ ഇത്തരം വൈകല്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. മാത്രമല്ല, ഒരാൾ വളർന്നു വരുന്ന സാഹചര്യം, അയാളുടെ കുടുംബ പശ്ചാത്തലമാവട്ടെ, അയാളുടെ സാമൂഹിക ചുറ്റുപാടാകട്ടെ, ഇതൊക്കെ വ്യക്തിത്വ വികസനത്തെ ബാധിക്കാറുണ്ട്. ഇനി ചെറു പ്രായത്തിൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ലൈംഗികപരമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടോ ഇമോഷണലി വൈകാരികമായിട്ടോ ഒക്കെ ചൂഷണങ്ങൾ നേരിടുകയാണെങ്കിലും ഇത് വ്യക്തിത്വ വൈകല്യത്തിലേക്ക് നയിക്കാറുണ്ട്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി എന്ന ഒരു അവസ്ഥയെ പറ്റിയാണ്. ഇത് നമ്മളൊരു ഡിസോർഡർ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ആളുടെ സ്വഭാവ സവിശേഷതകളിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ, ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ, ഈ ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളുകളിൽ വൈകാരികമായിട്ടുള്ള അവസ്ഥകളിൽ പെട്ടെന്ന് ഫ്ലക്ച്വേഷൻസ് വരും. ഈ വൈകാരിക തലങ്ങൾ എപ്പോൾ മാറുന്നു, അല്ലെങ്കിൽ എപ്പോൾ ഇതിനൊരു വ്യതിയാനം ഉണ്ടാവുന്നു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില സമയത്ത് അമിതമായിട്ടുള്ള സന്തോഷം കാണിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ട് സങ്കടം കാണിക്കുക, അമിതമായ ദുഃഖം, അല്ലെങ്കിൽ ഇതിനൊരു ബാലൻസ്ഡ് ആയിരിക്കില്ല ഒരു ഇമോഷൻസും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കും ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. കൂടാതെ ഇത്തരം സ്വഭാവമുള്ള ആളുകളിൽ, അല്ലെങ്കിൽ ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആളുകളിൽ എടുത്തുചാട്ടം അല്ലെങ്കിൽ വീണ്ടും വിചാരമില്ലാതെ ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസസ്, എന്തെങ്കിലും ഒരു സംഭവങ്ങളുടെ കോൺസിക്വൻസസിനെ പറ്റിയൊന്നും അവയർനെസ് ഇല്ലാതെ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ഇവർ ഇമ്പൾസീവ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഒന്നിനെ പറ്റിയും ഒരു ബോധമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മറ്റൊരു ലക്ഷണം അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇത്തരക്കാരുടെ മറ്റൊരു ലക്ഷണം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ ഒരു സ്ഥിരതയില്ലായ്മയാണ്. അപ്പം ചില സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ബന്ധങ്ങൾ ഒഴിവാക്കാനും ഇവർക്ക് പെട്ടെന്ന് സാധിക്കും. കൂടാതെ കാണുന്ന മറ്റൊരു സ്വഭാവ സവിശേഷതയാണ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വീണ്ടും വിചാരമില്ലാതെ ആയിരിക്കും ഇവർ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഇത്തരത്തിലുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ആളുകളിൽ കാണുന്നത്, ഇപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് വഴക്ക് കൂടുക, ഫാമിലിയായിട്ട് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാതെ വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് വാശി കയറുകയും അപ്പം ചിലപ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട്. കൂടാതെ ഇത്തരം അവസ്ഥകളിൽ ഇവർ സ്വന്തമായിട്ട് മുറിവേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതൊരു സൂയിസൈഡൽ ടെൻഡൻസി എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഈ ഒരു ഇമ്പൾസിവിറ്റിയെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ആങ്കർ, ഈ സമയത്ത് വരുന്ന ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ അതിനു വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മ്യൂട്ടിലേഷൻ അല്ലെങ്കിൽ സെൽഫ് മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇവർക്ക് ബന്ധങ്ങളൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന്. അപ്പം ഇതെന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് വെച്ചാൽ, ഇവർക്കൊരു ഫീലിംഗ് ഓഫ് അബാൻഡൻമെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇവർ ഒരു ബന്ധത്തിലും സെക്യൂർ ആയിരിക്കില്ല. മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിക്കുമോ എന്നുള്ള നിരന്തരമായിട്ടുള്ള ഭയം കാരണമാണ് ഇവർ പെട്ടെന്ന് ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ഒരു ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്, അതാണ് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇവർക്ക് സെൽഫിനെ പറ്റി, അതായത് സ്വന്തത്തെ പറ്റി ഇവരുടെ കൺസെപ്റ്റ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ പറയാണ് അവരെന്താണ്, എന്തിനു വേണ്ടി അവർ എക്സിസ്റ്റ് ചെയ്യുന്നു, അവരുടെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടി, അവരുടെ ഗോൾ എന്താണ്, ഇതിലൊക്കെ അവർക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമ്മൾ 2 ടൈപ്പായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതിൽ ഒരു ടൈപ്പാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇമ്പൾസീവ് ടൈപ്പ്. അപ്പം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറാണ് സാധാരണയായിട്ട്
കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ ഇപ്പോൾ കേസസ് റെഫർ ചെയ്ത് വരുന്നതും അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്നതുമായിട്ട് കൂടുതൽ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം സാധാരണയായിട്ട് ക്ലിനിക്കിൽ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയാണ്, അതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സ്കീമ ഫോക്കസ്ഡ് തെറാപ്പി എന്നിവയൊക്കെ എന്നുള്ള ചികിത്സാ രീതികളൊക്കെ നമ്മൾ അവലംബിക്കാറുണ്ട്. ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഒരു 8-9 സെഷനിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ BPD അല്ലെങ്കിൽ ഈ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി പോലെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നമുക്ക് ഒരുപാട് സെഷൻസ് വേണ്ടി വരും. അപ്പം തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള നമ്മൾ പേഴ്സണാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അയാളുടെ വ്യക്തിത്വത്തിലാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.